സൈനബിനോട് പറഞ്ഞു, ലോകത്ത് ആർക്കെങ്കിലും തങ്ങളുടെ മകന്റെ ഭാര്യയെ കല്യാണം കഴിച്ചിട്ട് മുഹമ്മദിനല്ലാതെ മറ്റ് ലോകർക്ക് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് വിശ്വാസികൾ ചരിത്രം നോക്കി തെളിച്ചു തരാൻ പറ്റുമോ? മകനോ, സ്വന്തം മകനോ? സെയ്ദ് റളിയല്ലാഹു അൻഹു തന്റെ വളർത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസിന്റെ ഭാര്യയാണ് സൈനബ്. അങ്ങനെ പറയേ. വളർത്തുമകൻ മകനല്ല. വളർത്തുമകന് മകന്റെ സ്ഥാനം നൽകാൻ പറ്റൂല. അത് പിന്നെ കളവാകൂലേ? ഇവന്റെ പാരമ്പര്യം അവൻ തട്ടിയെടുത്ത് ജീവിക്കൂലേ? അപ്പൊ വളർത്തുമകൻ മകനല്ല. ഓക്കെ. മുഹമ്മദിന്റെ പിതൃ സഹോദരി ഉമ്മയുടെ മകളായ സൈനബിനെ കൊണ്ടാണ് മുഹമ്മദ് സൈനബ് വിവാഹം ചെയ്യിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് ഈ വിവാഹത്തിന് മുൻകൈ എടുത്തതും മുഹമ്മദ് തന്നെയാണ് നമുക്കറിയാം. അങ്ങനെ സുഖകരമായ ദാമ്പത്യം മുന്നോട്ട് പോകുന്ന സമയത്ത് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് മുഹമ്മദിന് ഈ സൈനബിനോടുള്ള പ്രണയം മനസ്സിൽ വരുന്നത്. നമ്മൾ യുക്തിപരമായി ഒന്ന് ചിന്തിച്ചു നോക്കാം. സൈനബ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്യമായ ഒരു സ്ത്രീയല്ല. എന്ന് വെച്ചാൽ ഇതുവരെ കാണാത്ത ഒരു സ്ത്രീയൊന്നുമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയുടെ സഹോദരി മകളാണ്, അഥവാ അമ്മായിയുടെ മോളാണ് ബഹുമാനപ്പെട്ട സൈനബ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പം മുതലേ കണ്ടുവന്ന് പരിചയമുള്ള ഒരു സ്ത്രീ. ഇവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സെയ്ദിന് ആലോചിക്കുന്നത്, വിവാഹം നടത്തിക്കൊടുക്കുന്നത്. ഈ സമയത്തൊന്നും തോന്നാത്ത ഒരു പ്രണയം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിച്ചു കൊടുത്ത ശേഷം 1 വർഷം കഴിഞ്ഞിട്ട് അങ്ങ് തോന്നി എന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? ചിന്തിച്ചാൽ നമുക്കത് ഒരു ഉൾക്കൊള്ളാൻ കഴിയുന്ന സംഭവമാണോ ഈ സൈനബിനോടുള്ള പ്രണയം മനസ്സിൽ വരുന്നത്? ഇത് നമുക്ക് കാംബ്രിഡ്ജ് തഫ്സീർ എഴുതിയ ഗ്രന്ഥകാരൻ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എന്ത് തഫ്സീർ? കാംബ്രിഡ്ജ് തഫ്സീറോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കട്ടോ. ഞാനിതൊരു അങ്ങനത്തെ ഒരു തഫ്സീർ കേട്ടിട്ടില്ല. ഒരു ദിവസം പ്രവാചകൻ സൈനബിന്റെ വസതിയിൽ സൈദിനെ കാണാനായി ചെന്നു. അവൾ ഒരു പാത്രത്തിൽ സുഗന്ധദ്രവ്യം പൊടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. മാത്രമല്ല അവൾ തന്റെ പത്നിയായിരുന്നെങ്കിൽ എന്ന് ആശിക്കുകയും ചെയ്തു. സൈനബ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അവളുടെ കരങ്ങൾ അദ്ദേഹത്തിന്റെ ചുമലിൽ അർപ്പിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എന്തൊരു ചാരുത, എന്തൊരു സൗന്ദര്യം! അല്ലയോ സൈനബ്, നമ്മുടെ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ സ്തുതി. ഇത് 2 തവണ പറഞ്ഞ് അദ്ദേഹം സ്ഥലം വിട്ടു. സെയ്ദ് തിരിച്ചെത്തിയപ്പോൾ സംഭവിച്ചതെല്ലാം അവൾ അയാളോട് തുറന്നു പറഞ്ഞു. എന്നെ ഇനി നിങ്ങൾക്ക് കിട്ടില്ല, പോയി എന്നെ മൊഴി ചെല്ലാനുള്ള അനുവാദം വാങ്ങി വരൂ. ഇത് കേട്ടപ്പോൾ സെയ്ദ് പറഞ്ഞു, നിന്റെ മുഖം കാണാതെ എനിക്ക് ജീവിക്കാനാവില്ല. എന്നാൽ മൊഴി ചെല്ലാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് അയാൾ പ്രവാചകനെ സമീപിച്ചു. അപ്പോൾ അദ്ദേഹം സെയ്ദിനോട് പറഞ്ഞു, ദൈവം അവളെ എൻ്റെ ഭാര്യയായി നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൈനബ ബീവിയോട് പ്രണയം തോന്നിയിരുന്നു എന്നതിന് മൂപ്പര് പറഞ്ഞ കഥ നിങ്ങൾ കേട്ടല്ലോ. ഒരു ഒതന്റിക് ആയിട്ടുള്ള സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസ് പോലുമല്ല മൂപ്പര് ഉദ്ധരിച്ചിട്ടുള്ളത്. മറിച്ച് എന്താണ്, ഏതോ കാംബ്രിഡ്ജ് തഫ്സീറാനും പറഞ്ഞതാണ് അത്രേ മൂപ്പർക്ക് തെളിവ്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. നിങ്ങളോട് മുസ്ലിങ്ങൾ സംവദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, സ്വഹീഹായി വന്ന ഹദീസ് വിഷയത്തിലുണ്ടോ, ഒതന്റിക്കായിട്ട് വന്നതുണ്ടോ, ആയത്തുണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ അതൊന്നും വേണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചപ്പ് ചവറ് കിട്ടിയാലും അത് നിങ്ങൾ എടുത്തിട്ട് വിമർശിക്കാൻ ഉപയോഗിക്കും. ഈ വിഷയത്തിൽ സ്വഹീഹായി വന്ന എത്ര ഹദീസുകളുണ്ട്. സെയ്ദ് ബിൻ ഹാരിസ് യഷ്കു, തൻ്റെ ഭാര്യയെ ഒഴിവാക്കി തരണം, എനിക്ക് അവളുമായി ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയുമായിട്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു നിരന്തരം വരുമായിരുന്നു. ആ സമയത്ത് നബി തങ്ങൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അംസിക് അലൈക സൗജക്, അവളെ ഇപ്പോൾ തന്നെ തൊലാക്ക് ചെല്ലല്ലേ, അവളെ കുറച്ചും കൂടി പിടിച്ചു വെക്ക്, ശരിയായിക്കോളും എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി. ഇത് ഖുർആനും പറയുന്നുണ്ട് ഈ വിഷയം. ഇതൊന്നും ഇവർക്ക് ഈ വിഷയത്തിൽ വേണ്ട. ഏതോ ഒരു ചപ്പ് ചവരെടുത്തിട്ട് അല്ലെങ്കിൽ ഏതോ ഒരു ഒതന്റിസിറ്റിയും ഇല്ലാത്ത ഒരു കഥ എടുത്തിട്ടാണ് ഇവർക്ക് ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കാനുള്ളത്. അപ്പോൾ ജാഫർ പറഞ്ഞ ഈ കഥ കെട്ടുകഥയാണ്. ഒരു ഒതന്റിക്കായ സ്വഹീഹായിട്ട് വന്ന സനദിലൂടെയും സ്ഥിരപ്പെട്ട കഥയല്ല ഇത്. മറിച്ച് സ്വഹീഹായി വന്ന ഹദീസിൽ, പരിശുദ്ധ ഖുർആനിൽ എല്ലാം വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സൈനബ ബീവിയുടെ വിഷയത്തിൽ പരാതി പറയുകയും എനിക്കവളെ ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ സമയത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോ, അംസിക് അലൈക സൗജക്,
അവളെ തൽക്കാലം പിടിച്ചു വെക്ക്, ഒഴിവാക്കല്ലേ എന്നായിരുന്നു എന്നുള്ളതാണ്.